ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഓണം ആഘോഷിക്കാൻ പോവുകയാണ്. നമ്മൾ ഓണത്തിൻ്റെ പരിപാടിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നമ്മളിപ്പോൾ പൂക്കളത്തിൻ്റെ ഔട്ട്ലൈനൊക്കെ വരക്കുക, ഡിസൈനൊക്കെ ചെയ്യാറ്. അതെ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഔട്ട്ലൈനും ഡിസൈനും ഒക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാം കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? ഇങ്ങനെയാണ് ഡിസൈനൊക്കെ വരുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ പൂക്കളത്തിൽ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ എല്ലാ പൂക്കളത്തിലും ഒരേപോലെ സൈസൊക്കെ വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് ആ പേപ്പർ വെച്ചിട്ട് ആ ഷേപ്പ് പേപ്പറിൽ മുറിച്ചിട്ട് അത് വെച്ച് നമ്മൾ പൂക്കളത്തിൻ്റെ അകത്ത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാ കളത്തിലും ഒരേപോലെ ഡിസൈൻ വരച്ച് വന്ന് ലാസ്റ്റ് രണ്ട് കളത്തിൽ അങ്ങനെയെങ്കിൽ മാത്രമേ ബാക്കിയുള്ളൂ. അതും ഇനി അങ്ങനെ വരക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പൂക്കളത്തിൻ്റെ ഔട്ട്ലൈൻ ആയിട്ടുള്ളത്. നമുക്ക് രാവിലെ പൂവിടാം. അപ്പോൾ ഇതാണ് ഓണത്തിൻ്റെ പൂക്കളം വരക്കുന്ന ഒരു സ്കെയിൽ പോലത്തെ സാധനം. ഇതിന് കുറേ ഹോൾസ് ഉണ്ട്. ആ ഹോൾസിലേക്ക് കൂടെ പെൻസിലോ മാർക്കറോ എന്താണെന്ന് വെച്ചാൽ വെച്ചിട്ട് നമ്മളങ്ങനെ റൗണ്ട് വരച്ചിടും. സമയം ഇപ്പം 5:30 ഇനിയിപ്പോൾ പൂക്കളിടണം. താഴെ പോയിട്ട് പൂവൊക്കെ പൂവൊന്നും മുറിച്ചണമെന്നില്ല. ഇനി പൂവൊക്കെ മുറിച്ചിട്ട് വേണം ഇടാനായിട്ട്. നമ്മളെല്ലാവരും ഇരുന്ന് പോയിക്ക് വന്നിട്ട് ഇടണം. ഇപ്പോൾ സമയം 5:30 എപ്പോൾ ഇട്ട് തീരുന്നറിയില്ല. അല്ലെ ചെറുതായതുകൊണ്ട് ഇടാൻ ഭയങ്കര പണിയാണ്. നമുക്ക് നോക്കാം എത്ര സമയം എടുക്കും നോക്കാം. ബാക്കി ഞാൻ താഴെ പോയിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മളെ പൂക്കളത്തിൽ പൂവിടാൻ വേണ്ടി തുടങ്ങി. ഇനി ഇത് ഫുള്ളായിട്ട് ഇട്ടിട്ട് അങ്ങനെ വരണം.
കൊല്ലത്തെ ഓണവും തീർന്നു, നല്ല അടിപൊളിയായിട്ട് ആയി. എന്താ, ഞാൻ കുറേ വീഡിയോയിൽ എടുക്കാൻ വേണ്ടി വിട്ടുപോയി, കുറേ തിരക്കിലും. ഞാൻ ഓൾറെഡി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, ഞാൻ അതൊക്കെ ഇതിൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അതെല്ലാം ഇതിൽ കാണിക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.